അപ്പോൾ എൻ്റെ ചെറുതുരുത്തിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മാസങ്ങൾക്ക് ശേഷം ചെറുതായിട്ട് ഒരു മഴ പെയ്തു നമ്മുടെ ചെറുതുരുത്തിയിൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ റോഡാണ്. നെടുമ്പരിക്ക് തിരിയണ ഭാഗത്തെ റോഡിൻ്റെ അവിടുത്തെ അവസ്ഥയാണ്. നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ റോഡാണ് ഈ കാണട്ടോ. ഒരു ചെറു മഴ പെയ്തപ്പോഴേക്കും ഇവിടെ പ്രളയമായി പറഞ്ഞാൽ വലിയൊരു പ്രളയം. നിങ്ങൾ കാണും, വലിയൊരു പ്രളയം. രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. ഞാൻ ചോദിച്ചോട്ടെ, എത്രയോ വർഷമായി ഇതിങ്ങനെ ഈ ഒരു സംഗതി ഇവിടെ നേരെയാക്കാൻ ഈ പഞ്ചായത്തിനോ അല്ലെങ്കിൽ PWDക്കോ ആർക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ഇത്രയും തിരക്കുള്ള റോട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ നിള ബോട്ട് ക്ലബിലിരിക്കുന്നതിന് എന്ത് വേണ്ട, ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി നിലയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രിയമിത്രങ്ങളായി നമുക്ക് എന്ത് ചെയ്യാം, ഈ റോട്ടിലുണ്ട് ഈ ഈ വെള്ളക്കുത്തുണ്ട്, വലിയൊരു തടാകം പോലെയുണ്ട്. ഇനി മുതൽ നമുക്ക് ബോട്ട് സർവീസ് എവിടെ നടത്താം? ഈ കെട്ടി നടത്തിയാലോ? അത് ഒന്നാന്തരം വെള്ളക്കെട്ടാണ്. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബോട്ട് സർവീസ് നടത്താം. ഞാൻ ചോദിച്ചോടെ ഇവിടുത്തെ ഈ ഭരണസമിതിയെ ചോദിക്കുകയാണ്, അന്തസ്സായിട്ടൊരു കാന നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിലൂടെ നേരെ പുഴ ഭാഗത്തേക്ക് ഈ സൈഡിലൂടെ നല്ലൊരു കാന പണിതിരുന്നുവെങ്കിൽ, അത്യാവശ്യം വീതിയിലൊരു കാന പണിതിരുന്നുവെങ്കിൽ ഇന്ന് ഈ വെള്ളക്കെട്ട് സാധനം ഈ ചെറുതുരുത്തി പഞ്ചായത്തിൽ വരില്ല. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. മഴയാണ് വരുന്നത്, അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, ആ നേരെ ചെറുതുരുത്തി സ്കൂളിലെ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് വന്ന് ഇതൊരു കാർ വരുന്ന നോക്കി, ആ വെള്ളത്തിൽ കൂടെ ആ കാർ വരുന്നുണ്ടോ? കാറിൻ്റെ അവസ്ഥ ഉണ്ടോ? നിങ്ങൾ നോക്കിയ കാറിൻ്റെ അവസ്ഥ. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അന്തസ്സായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, നല്ലൊരു കാന പണിത്, ആ കാന പണിതിട്ട് നേരെ പുഴ വരെ നല്ലൊരു തോട് പണിത് കംപ്ലീറ്റ് മുകളിൽ നിന്ന് ഇറക്കി കൊടുന്നാൽ വെള്ളം പോണ രീതിക്ക് ചെരിവുണ്ടാക്കിയൊരു കാന പണിത് നോക്കൂ. കംപ്ലീറ്റ് വെള്ളം ഒഴിഞ്ഞു പോകും. ഇങ്ങനെ വലിയൊരു സംഭവം ഉണ്ടാവേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പോൾ കുഞ്ഞൊരു മഴയാണ് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ. ഇത് വലിയൊരു മഴയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചെറുതുരുത്തി പഞ്ചായത്ത് മൊത്തം മുങ്ങില്ലേ. ഈ ഭാഗത്തൊക്കെ ഒരു ഏതെങ്കിലും സ്ഥാപനത്തിൽ വെള്ളം കയറാണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഭരണസമിതി അംഗങ്ങളായിട്ട് 10-18 പേര് നിങ്ങൾ കയറി കഴിഞ്ഞു ഇല്ലേ? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ത്? ഈ സംഗതി നേരെയാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് PW റോഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം, ഉന്നത അധികാരിയെ നിങ്ങൾ അറിയിച്ച് വേണ്ട കാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിവ് കെട്ട് നിങ്ങളല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ഇറങ്ങിപ്പോവും. അങ്ങനത്തുള്ളൊരു ഭരണം ഏൽപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അന്തസ്സായിട്ടൊരു കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ആര് കയറിപ്പോൾ ഞാൻ നോക്കിയെടുക്കണം എന്തുണ്ട്, ഇവർ ഇത്രയും വർഷമായിട്ട് ഈ ഒരു കാര്യം നേരൊക്കെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൻ പറ്റുക പറഞ്ഞാൽ നാണക്കേട് പറഞ്ഞ ഇതിന് വലിയ നാണക്കേട് പറയാനില്ല. കഴിവ് കെട്ട ഭരണസമിതി എന്ന് പറയാൻ പറ്റും. കഴിവ് കെട്ട ഭരണസമിതി.